ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം എന്താണെന്നുള്ളതാണ്. സോ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് LDF ഗവൺമെൻറ് കേരള സ്റ്റേറ്റിലാണ്. അത് കൊണ്ടുവന്നിട്ടുള്ളത് 73rd ആൻഡ് 74th അമെൻമെൻറ്റിൻ്റെ റിക്വസ്റ്റ്, അതായത് ആ ഒരു അമെൻമെൻറ്റ് പ്രകാരം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ സ്റ്റേറ്റിനോടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ സ്റ്റേറ്റുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജനാധിപത്യപരമായിട്ടുള്ള വികേന്ദ്രീകരണം എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ അത് പ്രാക്ടിക്കലാക്കിയിട്ട് എല്ലാ സ്റ്റേറ്റിലും കൊണ്ടുവരാനാണ് 73rd ആൻഡ് 74th അമെൻമെൻറ്റ് എല്ലാ സ്റ്റേറ്റുകളോടും ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം എല്ലാ സ്റ്റേറ്റുകളിലും വന്നത്. അത് ഒരു വേറെ രീതിയിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ വേറൊരു ഫോമിൽ അതിനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാമിൽ. സോ അതെന്താണെന്നുള്ളത് ഡീപ്പറായിട്ട് നമുക്കൊന്ന് നോക്കാം. സോ അതിൽ ദ LDF ഗവൺമെൻറ് ഇൻ കേരള അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കോമ്രേഡ് EK Nayanar ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ 9th 5-year പ്ലാൻ ആസ് പീപ്പിൾസ് പ്ലാൻ. അതായത് 9ാമത്തെ 5-year പ്ലാനിനെ പീപ്പിൾസ് പ്ലാനാക്കി മാറ്റിയത് കേരള ഗവൺമെൻറ്റിൽ അന്നുണ്ടായിരുന്ന LDF ഗവൺമെൻറ്റിലെ സഖാവ് EK നയനാറിൻ്റെ ഒരു ഡിസിഷനായിരുന്നു അത്. 9ാമത്തെ 5-year പ്ലാനിനെ പീപ്പിൾസ് പ്ലാൻ എന്നുള്ള പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത് LDF ഗവൺമെൻറ്റിൻ്റെ സഖാവായിട്ടുള്ള EK നയനാരാണ്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗിവിങ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് പവേഴ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാൻ ഫോർമേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് എല്ലാ ഈ പറഞ്ഞ സെൽഫ് ഗവൺമെൻറ് ലോക്കലായിട്ടുള്ള നമ്മളുടെ ഈ ജില്ല, പഞ്ചായത്ത്, വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്റ്റ് ലെവലിലുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പവേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, അതുപോലെ പ്ലാനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാൻ പ്രോഗ്രാം EK നയനാറിൻ്റെ ആ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ദ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ വാസ് ലോഞ്ച്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ 17th August 1996. 1996 August 17 സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. 1996 August 17 പീപ്പിൾസ് പ്ലാൻ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇനീഷ്യേറ്റീവ് ചെയ്ത സമയത്ത് തന്നെ ദ ഗവൺമെൻറ് ഓൾസോ ടുക്ക് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിസിഷൻ ടു ഡിസോൾവ് 35 to 40% ഓഫ് ദ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട്സ് ടു ദ ലോക്കൽ ലെവൽ പ്ലാൻസ്. അതായത് സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള ഫണ്ട് ഉണ്ടല്ലോ, സ്റ്റേറ്റിനായിട്ട് കേന്ദ്രം കൊടുത്തിട്ടുള്ള ഫണ്ടിൽ നിന്ന് 30 to 40% വരെയുള്ള ഫണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൊടുക്കാനും വേണ്ടിയിട്ട് ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാനിൽ അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇത്രയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. സോ നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. എല്ലാ ഒരു പ്ലാനുകൾക്കും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അതിൻ്റെ പ്രകാരം മാത്രമേ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള എന്ന് പറയുന്നത് ഓൾദോ കേരള ഹാവ് അച്ചീവ്ഡ് സെവറൽ സിഗ്നിഫിക്കൻറ്റ് ഗെയിൻസ് ഇൻ ദ സോഷ്യൽ വെൽഫെയർ, എക്കണോമിക് സെക്ടർ, അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടർ, അതിലൊക്കെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളും അവർ കൈവരിച്ചിട്ടുണ്ടെങ്കിലും അതായത് മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ രീതിയിലുള്ള എഡ്യൂക്കേഷണലി ആയാലും സാമൂഹികപരമായിട്ടുള്ള ക്ഷേമത്തിൻ്റെ കാര്യത്തിലായാലും ഈവൻ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഓൾവേസ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മുന്നിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം 6 ഒബ്ജക്റ്റീവ്സാണ് അവർ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, മുന്നിലേക്ക് വയ്ക്കുന്നത്. അതിൽ 6 ആദ്യത്തെ എന്ന് പറയുന്നത് ഹൗ ടു സസ്റ്റെയിൻ ക്വാളിറ്റി ഓഫ് സർവീസസ് അച്ചീവ്ഡ് ബൈ കേരള ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടേഴ്സ്. അതായത് ഓൾറെഡി കേരള ഗവൺമെൻറ് ആരോഗ്യ മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഓൾറെഡി അവരൊരു പൊസിഷൻ അവർക്കുണ്ട്, അതായത് ഒരു ഡെവലപ്മെൻറ്റ് അവർക്കുണ്ട്. അത് എങ്ങനെ അതിനെ നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് അവർ പറയുന്നത്. രണ്ടാമത്തത് ഹൗ ടു റെഡ്യൂസ് അക്യൂട്ട്നെസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ തൊഴിലില്ലായ്മയുടെ ആ ഒരു തോത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തേൽ ഹൗ ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ടാക്കിൾ ദ റൈസിങ് ഓഫ് number of the unemployed in the state.
നമ്മളുടെ സംസ്ഥാനത്തുള്ള ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഈ ഒരു തോതുണ്ടല്ലോ, അത് ഏത് രീതിയിൽ കുറയ്ക്കുക, അതായത് എന്തൊക്കെ രീതിയിലുള്ള തൊഴിലുകൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പറഞ്ഞ ഈ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവിൽ പറയുന്നത്. നാലാമത്തേതിൽ ഹൗ ടു ബ്രിങ് ആദിവാസീസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഫിഷ് വർക്കേഴ്സ് ആൻഡ് അതർ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഇൻ ടു ദ മെയിൻ സ്ട്രീം ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ് ഫുള്ളി. അതായത് നമ്മളുടെ വികസന പാതയിൽ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതശൈലി കൊണ്ടോ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദിവാസീസ്, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഫിഷ് വർക്കേഴ്സ്, ഡ്വെല്ലിംഗ് വർക്കേഴ്സ്, നമ്മളിങ്ങനെ ഈ ചാലി കീറുന്ന ആൾക്കാരൊക്കെ, അതായത് അവരുടെയൊക്കെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ അവരെ ഇത്തിരി ഒഴിവാക്കി നിർത്തുകയാണ് ചെയ്യുക. സോ അവരെയൊക്കെ നമ്മളുടെ വികസന പാതയിൽ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് നാലാമത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അഞ്ചാമത്തേൽ ഹൗ ടു മേക്ക് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എൻവിയോൺമെൻ്റലി സസ്റ്റൈനബിൾ. അതായത് നമ്മളുടെ പരിസ്ഥിതിക്ക് ഒരു തരത്തിലുള്ള ദോഷവും സംഭവിക്കാതെ എങ്ങനെ ഡെവലപ്മെൻറ്റ് ഓരോ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആറാമത്തെ എന്ന് പറയുന്നത് ഹൗ ടു ഗീവ് പ്രൊട്ടക്ഷൻ ടു ദ പുവർ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ ലാക്കിംഗ് ഡ്രിങ്കിങ് വാട്ടർ, ഡ്വെല്ലിംഗ് ആൻഡ് സഫറിങ് ഫ്രം പുവർ ഹെൽത്ത് ഡ്യൂ ടു പോവർട്ടി. അതായത് ഈ പറഞ്ഞ പുവർ സെക്ഷൻ സൊസൈറ്റിയിൽ എപ്പോഴും ഒരു പുവർ സെക്ഷൻസ് ഉണ്ടാവും, സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. സോ അവരെ എങ്ങനെ, അതുപോലെ അവരെ പോലെ തന്നെ നല്ല വീടില്ലാത്തവർ, സ്വന്തമായിട്ട് വീടില്ലാത്തവർ, അല്ലെങ്കിൽ വീടുണ്ടെങ്കിൽ കൂടി വൃത്തിഹീനമായിട്ടുള്ള ഒരു ഏരിയയിൽ താമസിക്കുന്നവരുണ്ടാവും. ഈ വീടും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല ശുദ്ധവെള്ളം കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ദാരിദ്ര്യം, പട്ടിണി അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവരെയൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, സംരക്ഷിക്കാം എന്നുള്ളതാണ് ആറാമത്തെ ഒരു ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പീപ്പിൾസ് പ്ലാൻ എന്നുള്ളതിൽ കവർ ചെയ്യാനുള്ള 6 മേജർ പോയിൻറ്റ്സ് ആണ്. ഇനിയുള്ളത് പീപ്പിൾസ് പ്ലാനിങ് പ്രോഗ്രാം ഹാപ്പൻ ത്രൂ 6 സ്റ്റേജസ് ആണ്. 6 സ്റ്റേജുകളിലൂടെയാണ് ഈ പീപ്പിൾസ് പ്ലാനിങ് പ്രോഗ്രാം നടന്നിട്ടുള്ളത്. ആ 6 സ്റ്റേജ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാമസഭാ മീറ്റിങ്സ്, ഡെവലപ്മെൻറ്റ് സെമിനാർസ്, ടാസ്ക് ഫോഴ്സസ്, പ്ലാൻ ഡോക്യുമെൻറ്റ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്ലാൻസ്, ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റി. ഇങ്ങനെ 6 എണ്ണമാണ് ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാനിങ് പ്രോഗ്രാമിൻ്റെ 6 സ്റ്റേജസ് എന്ന് പറയുന്നത്. സോ അതിലെ ഫസ്റ്റ് ഗ്രാമസഭാ മീറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് വോളണ്ടറി ആക്ടിവിസ്റ്റ് വർ പ്രൊവൈഡഡ് ട്രെയിനിങ് ഇൻ ഓർഗനൈസിങ് ഗ്രാമസഭാസ് ആൻഡ് വാർഡ് സഭാസ് ടു ഡിസ്കസ് ദി ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, നമ്മളെ വാർഡിലൊക്കെ എലക്ഷൻസൊക്കെ നടക്കുമ്പോൾ നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുമല്ലോ. സോ അവർ ഓൾവേസ്, അതുപോലെ ചില വോളണ്ടറി സ്വയം നമ്മളെ ഗ്രാമസഭയിലും അല്ലെങ്കിൽ വില്ലേജ് സഭയിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. സോ അവർ പോയിട്ട് അവരെന്ത് ചെയ്യും, ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും ഗ്രാമസഭയിലും. അതുപോലെ വാർഡ് സഭാസ് മുനിസിപ്പാലിറ്റിയിലാണ് നടക്കുക. സോ അവിടെ പോയിട്ട് അവർ ഡിസ്കസ് ചെയ്യും ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്. പിന്നെ ഗ്രാമസഭാ മീറ്റിംഗ്സ് were convened in each ward of the local body in which hundreds of people attended and discussed local development issues by forming different sectoral ഗ്രൂപ്പ്സ്. അതായത് ഗ്രാമസഭാ മീറ്റിങ്ങിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കാം, 100 അതിലധികമോ ആൾക്കാർ പങ്കെടുക്കാം. സോ അവരൊക്കെ എന്ത് ചെയ്യും, അവരുടെ ഇഷ്യൂസ് പറയും. വേണമെങ്കിൽ അതൊരു ഗ്രൂപ്പ് തന്നെ ആക്കിയിട്ട് ഓരോ ഇഷ്യൂസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനും ആ ഒരു ഗ്രാമസഭാ മീറ്റിങ്ങിൽ സാധിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് സെമിനാർസാണ്. ഡെവലപ്മെൻറ്റ് സെമിനാർസിൽ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് പ്രിപ്പയർ ഡീറ്റെയിൽഡ് development report which analyzed local development issues and the local resources available. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒരു റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യും, സംഘടിപ്പിക്കുകയല്ല, കണ്ടെത്തും, അല്ലെങ്കിൽ അത് ഫോം ചെയ്യും. അതായത് അതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ എന്തൊക്കെ തരത്തിലുള്ള ഇഷ്യൂസാണുള്ളത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 3 ടയർ എന്ന് പറയുമല്ലോ, ബ്ലോക്ക്, വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. സോ ആ 3
ഏരിയകളിൽ എന്തൊക്കെ തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, എന്തൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് അവർക്ക് വേണ്ടതെന്നുള്ളൊരു ഡെവലപ്മെൻറ്റൽ റിപ്പോർട്ട് തയ്യാറാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സെമിനാർസ് കണ്ടക്ട് ചെയ്യും. ആ സെമിനാർസിലൂടെ, അതായത് ട്രെയിനിങ് കൊടുക്കുക, എന്തൊക്കെ ചിലപ്പം സ്ത്രീ ശാക്തീകരണത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ആ ഒരു ഏരിയയിൽ വേണമെങ്കിൽ സ്ത്രീകൾക്ക് അത്ര രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ട്രെയിനിങ് വേണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് സെമിനാർസിൽ കൊടുക്കുക. അല്ലെങ്കിൽ എക്കണോമിക്കായിട്ടുള്ള കാര്യത്തിൽ അവർ പിന്നോക്കമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അഗ്രികൾച്ചറൽ മേഖലയിലുള്ള ഏതെങ്കിലും ആൾക്കാരെ വിളിച്ചിട്ട് നല്ല രീതിയിൽ, ഇപ്പം നമ്മൾ കാണാറുണ്ട്, ടി വിയിലൊക്കെ കാണാറുണ്ട്, വിത്തുകളുടെയൊക്കെ ഏത് സമയത്താണ് ഏത് വിത്തിട്ടാലാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള സോയിലിൽ മണ്ണിലിട്ടാലാണ് വളർച്ച ഉണ്ടാവുക എന്നുള്ളതൊക്കെ അവരതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ സെമിനാർസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരികയും അവർക്കത് ഉപയോഗപ്പെടുത്താനുള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്യും. അതിലൂടെ എക്കണോമിക്കായിട്ടുള്ള അവരുടെ സെൽഫായിട്ടുള്ള എക്കണോമിക്കിനും അതുപോലെ നമ്മളുടെ ജില്ല, അത് വില്ലേജ് ലെവലിലുള്ള ഡെവലപ്മെൻറ്റിന് അത് കാരണമാവുകയും ചെയ്യും. Local level plans and project ideas were formulated in these seminars. അതായത് ലോക്കൽ ലെവൽ പ്ലാൻസും പ്രൊജക്റ്റ് ഐഡിയാസൊക്കെ ഫോമുലേറ്റ് ചെയ്യുന്നത് ഈ സെമിനാറിലൂടെയാണ്. ഈ ഇപ്പോൾ വേണ്ട ഈ 3 ടയറിന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്ലാൻസും അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രൊജക്ട്സൊക്കെ ഫോമുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സെമിനാർസിലൂടെയാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ടാസ്ക് ഫോഴ്സസ് ആണ്. ടാസ്ക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ പരിപാടികൾ ചെയ്യുന്ന കുറച്ച് എക്സ്പേർട്സുകളുണ്ടാവും. അപ്പോൾ ഇതിലൂടെ സെമിനാറിലൂടെയൊക്കെ ഓരോ പ്രോജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ഇന്ന പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതിനൊരു ഫോഴ്സ് ഉണ്ടാവും. അതായത് അതിൽ ഉൾപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. സോ അവർ കുറേ എക്സ്പേർട്ടായിരിക്കും, ടെക്നോളജിക്കലി എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാവും, അല്ലെങ്കിൽ വേറെ എക്കണോമിക്കലി ഇക്കോളജിക്കൽ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ള പരിസ്ഥിതിയായിട്ട്, അതായത് എന്തെങ്കിലും തരത്തിലുള്ളൊരു കൺസ്ട്രക്ഷൻ നടക്കുമ്പം അതിൽ ഇന്ന തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാവുക എന്നൊക്കെ പറയണമെങ്കിൽ എക്സ്പേർട്സ് തന്നെ വേണം. എക്കോളജി അറിയുന്ന, അല്ലാതെ എൻവയോൺമെൻറ്റിനെ അറിയുന്ന ആൾക്കാരാണ്. സോ അങ്ങനെയുള്ള എക്സ്പേർട്സ് അടങ്ങിയിട്ടുള്ളൊരു ഫോഴ്സ്, ആ ഒരു ഗ്രൂപ്പിനെയാണ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ടാസ്ക് ഫോഴ്സസ് ഇൻക്ലൂഡിങ് എക്സ്പേർട്സ് സെലക്ടഡ് അറ്റ് ദ ഡെവലപ്മെൻറ്റ് സെമിനാർസ് ഹെൽഡ് മീറ്റിംഗ്സ് ആൻഡ് പ്രിപ്പയർ ഡീറ്റെയിൽ പ്രൊജക്ട് പ്രൊപ്പോസൽ ഫോർ ദ ആനുവൽ പ്ലാൻ. അതായത് ഈ ഡെവലപ്മെൻറ്റൽ